അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്ന് ഞാനിവിടെ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അത് ചീരയും ഗ്രീൻ പീസും കൂടെയാണ് ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്, ഇന്നലെ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ചീര എന്ന് പറഞ്ഞത് സാമ്പാർ ചീര, വാട്ടർ ചീര, പരിപ്പ് ചീര, മുട്ടച്ചീര എന്നൊക്കെ പറയും ഇതിന് കേട്ടോ. ഈ ചീര ഇത് നമ്മളെ പറമ്പിലുണ്ടാകുന്ന ചീരയാണ്. ഇത് കുറച്ച് കട്ടിയുള്ള ഇലയാണ് കേട്ടോ. ഒരു റോസ് പൂവാണ് ഇതിന്മേൽ ഉണ്ടാവുക. ഇത് നമ്മളെ പറമ്പിലൊക്കെ നല്ലോണം ഉണ്ടാവും. ഇതിനെപ്പറ്റി ആർക്കും വലിയ ഇതൊന്നുമില്ല. ചിലവരിതിങ്ങനെ പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ ഒരു നോള പോലെ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും അതുകൊണ്ട് മടുപ്പാണ്. പക്ഷേ കറി ഉണ്ടാക്കി ആരും നോക്കലില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കി. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ നല്ല അടിപൊളി കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി. നല്ല സാധനമാണിത്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ആരും ഒഴിവാക്കൂല. ഇത് സാമ്പാറും വെക്കാം. പിന്നെ നമുക്ക് സലാഡ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഇലയും തണ്ടും കൂടെ കൂട്ടി അരിഞ്ഞിട്ടിട്ട് സലാഡ് ഉണ്ടാക്കി കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ എല്ലിൻ്റെ അസുഖമുള്ളവർക്ക്, രോഗമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണെന്നാണ് പറയണത്. കേൾക്കണം, നമുക്കറിയില്ല. പിന്നെ എല്ലാ ചീരനെ പോലെ എല്ലാ വിറ്റാമിനും പ്രോട്ടീനും അയണും ഒക്കെ ഉള്ള ചീര എന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വിഷമുള്ള ചീര കൊടുന്ന് തിന്നണക്കാട്ടി നല്ലതല്ലേ നമ്മളെ പറമ്പിലുണ്ടാകുന്ന ചീര എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നുകയെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്ത് നോക്കി. ഞാൻ അതിങ്ങനെ ചെയ്ത് നോക്കലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയണത്. നല്ല ടേസ്റ്റാട്ടോ. പക്ഷേ ഇത് നമ്മളിങ്ങനെ കറി വെച്ചാൽ ആ നോളൊന്നുമില്ല. പിന്നെ ഓവറായിട്ട് വേവിക്കണ്ട. അത്യാവശ്യം നല്ലൊരു വേവുണ്ട്, എന്നാലും അധികം വേവിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സാധാ ചീരൻ്റെ മാതിരി തന്നെ കറി വെക്കണം. അപ്പോഴത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ചീര എടുത്തിട്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. 2 ഇല്ലി വേപ്പിൻ്റെ ഇല, ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, ഒരു സ്പൂൺ ഉണ്ടാവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പിന്നെ കുരുമുളക് പൊടിച്ചത്, ഗരം മസാല, പിന്നെ 1-ാം പാലും 2-ാം പാലും മഞ്ഞളുടെ പൊടിയാണ് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാതും കൂടെ നമുക്കൊന്ന് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഗ്രീൻ പീസ് ഞാനിപ്പോൾ കുക്കറിലിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കുമ്പോൾ അതൊന്ന് വേവിച്ച് വെച്ചതായിരുന്നു. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെയും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കട്ടോ. എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടിട്ടാ. നല്ല പൊട്ടി തെറിക്കുമ്പോൾ ഞാൻ അതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പുറത്തേക്ക് അങ്ങനെയാണ് പൊട്ടി തെറിക്കുകയാണ്. നമുക്കിത് പൊട്ടി തെറിച്ചതിന് ശേഷം നമുക്ക് ഒരു ഉണക്കമുളക് പിന്നെ 2-3 പീസാക്കിയാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്നല്ലേ, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊന്ന് വരണ്ട് ചുവന്ന കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. കറിയല്ല നമുക്കിത്. നമ്മൾ മുളക് പൊടിയൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. പച്ചമുളകും കുരുമുളകും മാത്രം ഉപയോഗിക്കുള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ കറി. ഉണ്ടാക്കി ഇത് നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും ഒക്കെ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. നമുക്കിങ്ങനെ പറമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഉള്ളി ഒന്ന് കുറച്ച് കണ്ണാടി പോലായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ മുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കട്ടോ. ഉണക്കമുളക് ഒന്നുള്ളൂ, ഒരു ഉണക്കമുളക് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മുറിച്ചിട്ടാൽ നല്ലൊരു സ്മെല്ലാണ്. പിന്നെ 1 ഇല്ലി വേപ്പിൻ്റെ ഇല അതിലേക്ക് ഞാനിങ്ങനെ ഊരിയിട്ട് കൊടുത്തിട്ടാ. ഇതൊന്നും അധികം ഒന്ന് വാടിയിട്ടെ. നമുക്ക് ആ ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ഉള്ളത് ഒന്ന് അധികം എണ്ണ ഇട്ട് കൊടുക്കാം.
നല്ല ഇളക്കി കൊടുത്തൊന്ന് അതിൻ്റെ പച്ചമണം മാറി കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കട്ടോ. നല്ല ഈ കുരുമുളക് ഇട്ട അങ്ങനത്തെ തേങ്ങാപ്പാൽ വെച്ച കറിയൊക്കെ നല്ല ടേസ്റ്റാട്ടോ മക്കളെ. പിന്നെ ഈ മഴത്തൊക്കെ എന്തെങ്കിലും ചായൻ്റെ കടിക്കൊക്കെ കൂട്ടാനേ നല്ല ചൂടും ചുക്കാന്തിയൊക്കെ ഉണ്ടാവുമല്ലോ. ഈ തക്കാളി നല്ല ഇങ്ങോട്ട് വാടിയതാവണ്ടട്ടാ, ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടിയാൽ മതി. നല്ല ഇങ്ങോട്ട് ഉടഞ്ഞ് കലങ്ങേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ കറികൾക്കൊന്നും തക്കാളി അങ്ങനെ ഉടഞ്ഞ് കലങ്ങരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഇതിലേക്ക് ഈ ഗ്രീൻ പീസ് വേവിച്ചാണ്ട് ഇട്ട് കൊടുക്കട്ടാ. നല്ല വെന്തിട്ടുണ്ട്, നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ. ഇത് നല്ലൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിനി കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലൻ്റെ പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ടെടുത്ത് നമുക്ക് വേവിക്കണം. ഇതിന് സ്പൂണ് പിന്നെ ഗരം മസാലൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അധികം കറിയൊന്നും ഇല്ലല്ലോ, കുറച്ച് കറിയേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഈ എരിവും കൂടെ പാകമായി വരും. നമുക്കിനി രണ്ടാം പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാനുണ്ട്. നമുക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല മിക്സ് ചെയ്തിട്ട് കുറച്ച് തേങ്ങാപ്പാൽ, രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം. എന്നിട്ട് അതിൽ കിടന്നിട്ട് 1 സ്പൂണ് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല കിടന്ന് തിളക്കാണ്. അപ്പം ഇനി രണ്ടാം പാലാണിത്. രണ്ടാം പാൽ കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വെള്ളം കൂടി പോകും. അതുകൊണ്ടാണ് നമുക്ക് ആദ്യ പാൽ ഒഴിച്ച് കൊടുക്കാണ്ടില്ല. ഇനി ഇത് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ആ ചീരൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. ചീരൻ്റെ ഇല വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആദ്യ പാൽ ഒഴിച്ച് കൊടുക്കുക. ആദ്യ പാൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ ഇങ്ങനെ തിളച്ച് മറിയാൻ പാടില്ല. ഒന്നിങ്ങനെ തുള്ളി നൊര വരുന്ന ടൈമിൽ നമ്മൾ അത് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു മാറ്റം പറഞ്ഞാൽ നമ്മളെ പാലക്കൻ്റെ ഇലൻ്റെ മാതിരിയൊക്കെ ഉണ്ടാവും ഇത് കറി വെച്ച് വന്നാൽ. തേങ്ങാപ്പാലൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവും, ആർക്കും ഇത് പറ്റൂല. ഇത് നോളുള്ള ചീര എന്നും പറഞ്ഞാൽ എല്ലാവരും ഒഴിവാക്കണേ. ഇത് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴാണ് ആ നോളട്ടോ, അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ ചീര ഒന്നും കണ്ട് നല്ലത് വെന്തിട്ടണം കേട്ടോ. കാരണം ആ പച്ച കടിക്കലൊന്ന് ഒഴിവാക്കി കിട്ടണം. അതുവരെ ഒന്ന് നല്ല നമുക്ക് നല്ല തുള്ളി ഒന്ന് വേവിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഓവർ വേവ് ആവണ്ട. ഒരുവിധമൊക്കെ വെന്ത് വരുന്നുണ്ട് കണ്ട, വെള്ളം ഒരുവിധമൊക്കെ വറ്റി വരുന്നിട്ടുണ്ട്. നോക്കട്ടെ ഇല നോക്കിയാലേ അറിയാലോ. ചൂടാവണം. ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന്, എരിവൊക്കെ ആവശ്യത്തിനുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളച്ച് മറിയരുത് കേട്ടോ. തിളച്ച് മറിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി. നമ്മളെ ചീര നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യ പാലാണിത്, നല്ല കട്ടിയുള്ള പാലാട്ടോ. എല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് നൊര ഇങ്ങോട്ട് വരാനുള്ള ഇതായാൽ മതി. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം.
4 പുറം നര വന്ന് ഇതായിക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊറോട്ടയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പൊറോട്ടയും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.